അസ്സലാമു അലൈക്കും. ബെന്നി ജോസഫ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി സമൂഹമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന പേരാണ് ബെന്നി ജോസഫ്, അല്ലെങ്കിൽ ജോസഫ് ബെന്നി. അവൻ ചെയ്ത തെമ്മാടിത്തരം എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 4 പൊന്നോമന മക്കൾ മരണപ്പെട്ടു പോയ വാർത്തയ്ക്ക് താഴെ അവൻ കുറിച്ച ഒരു കമന്റ് വലിയ രീതിയിൽ ചർച്ചയായി. ആ കമന്റിട്ട ആ മനുഷ്യമൃഗത്തെ പിടികൂടാൻ, അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നാനാജാതി മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. അവനെ എത്രയും വേഗം പിടികൂടണമെന്നും അവനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വന്നത്. എന്നാൽ പിന്നീട് കേട്ടത് ഇവൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവനാണെന്നും സൗദി അറേബ്യയിലെ റിയാദ് പോലീസ് ഇവനെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയായിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ അങ്ങനെ ഒരുപാട് ആളുകൾ ആ വാർത്ത പങ്കുവച്ചു. വാർത്താക്കുറിപ്പുകൾ മാത്രമല്ല, റാഫി എന്ന് പറയുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, ഏതെങ്കിലും ഒരാൾ കമന്റിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയോ എഴുതുന്നത് പോലെയല്ല ഒരാൾ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് റാഫി എന്ന് പറയുന്ന സഹോദരന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ട് ഫേസ്ബുക്കിൽ. സ്വാഭാവികമെന്നോണം ആ സഹോദരൻ പറഞ്ഞു വെച്ച കാര്യം ആ വീഡിയോ കണ്ട് എല്ലാവരും സന്തോഷത്തിലായി. കാരണം അത്രമേൽ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയായിരുന്നു അത്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത. റാഫി എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു വെച്ച ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് തൊട്ട് താഴെ വന്ന കമൻറ്റുകൾ, അതിലെല്ലാ മതസ്ഥരുമുണ്ട്. അവരുടെ കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാകും ആ നരാധമനെ പിടികൂടാൻ വേണ്ടി ആ ജനങ്ങൾ എത്രത്തോളം കാത്തിരുന്നു എന്നുള്ളത്. തക്കതായ ശിക്ഷ കൊടുക്കണം, അവനെ പുറത്തുവിടാൻ പാടില്ല എന്ന് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു വെക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നോക്കിയത് മാത്രമല്ല, ഈ നരാധമൻ, ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന നരാധമനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ എനിക്ക് കാണാൻ സാധിച്ചു. ഇതാണ് ആ കുറിപ്പ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു നിമിഷം സ്വന്തം ജീവിതം സ്വയം തകർത്ത ജോസഫ് ബെന്നി, ഇവനെ സൗദി പോലീസ് പൊക്കിയിട്ടുണ്ട്. ഒന്നല്ല, കുറ്റകൃത്യങ്ങൾ നിരവധി. വിഷമിറക്കാൻ ഒരുങ്ങുമ്പോൾ എവിടെയാണ് നിൽക്കുന്നതെങ്കിലും അല്പം ചിന്തിക്കേണ്ടതല്ലേ ജോസഫെ? ഇനി കിട്ടിയ പണി കേട്ടോളി. ഇവൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ അന്തിമ തീരുമാനം. റിയാദിലെ അൽഫനാർ ഗ്രൂപ്പ് കമ്പനി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളുടെ കമന്റ് കമ്പനിയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇയാളെ ഉടനടി ജോലി നിന്നും പിരിച്ചുവിട്ടു. ഇതോടെ ഇയാളുടെ തൊഴിൽ വിസ, അതായത് ഇക്കാമ, റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സൗദി അറേബ്യയിലെ സൈബർ സെൽ ഇയാളെ തിരിച്ചറിയുകയും റിയാദ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നും നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലോ ജയിലിലോ ആണെന്നും അറിയുന്നു. അതായത് ഈ നരാധമൻ, ഈ ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഈ വ്യക്തി, ഇവൻ ജോലി ചെയ്തിരുന്ന സൗദി അറേബ്യയിലെ കമ്പനിയുടെ പേര് പോലും ഈ ഒരു കുറിപ്പിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ നിരവധി കമന്റുകൾ, അതായത് ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഈ ക്രിസംഖ്യ വർഗീയവാദിയെ സൗദി അറേബ്യയിലെ റിയാദ് പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ള ഇത്തരം പല വാർത്തകൾ പുറത്തു വരുമ്പോഴും മറ്റുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത് ഇത് വെറുമൊരു നുണയാണ് എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ റിയാദ് പോലീസ് ഇവനെ പിടികൂടി എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇവനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളോ ഏതെങ്കിലും ഒരു വീഡിയോ ദൃശ്യങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, റിയാദിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസി മലയാളികളുണ്ട്. അവരാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇവനെ പിടികൂടിയ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും മറ്റുമൊക്കെ കേൾക്കുന്നതല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവൻ സൗദി അറേബ്യയിലല്ല, നേരെ മറിച്ച് കുടുംബത്തോടൊപ്പം UK-യിൽ അവിടെയാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ഞാനത് വായിക്കാം. സൗദി പോലീസ് പൊക്കിയെന്ന് പറയുന്നത് നുണയാണ്. ഇയാൾ പ്രവാസിയായിരുന്നു. പക്ഷേ 1 വർഷം മുമ്പ് പ്രവാസം നിർത്തി ഭാര്യയും മകളും ഇപ്പോഴുള്ള UK-യിൽ പോയി. പക്ഷെ അവിടെ ഭാര്യയ്ക്ക് മറ്റൊരു അവിഹിതമുണ്ടായിരുന്നു. ഇയാളുടെ വരവോടെ അവർക്ക് തടസ്സമായപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ഥിരം വഴക്കായി. അടിയായി. ഭാര്യ കേസ് കൊടുത്തു. പോലീസ് ഇയാളെ ജയിലിലടച്ചു. മാസങ്ങൾ കഴിഞ്ഞ് ഇയാളെ പോലീസ് വിട്ടയച്ചു. ഇയാൾ നേരെ പോയത് ഭാര്യയുടെ അടുക്കൽ. ഭാര്യ ഇയാളെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. ഇപ്പോൾ പാസ്പോർട്ടില്ല, വിസയില്ലാതെ UK-യിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുവെന്നാണ് ഇയാൾ കഴിഞ്ഞ മാസം ഇട്ട ഒരു പോസ്റ്റിൽ കണ്ടത്. ഇയാളെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ പറയാനുള്ള കാരണം, ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ വന്ന കുറച്ച് കുറിപ്പുകളാണ്. ആ ഫേസ്ബുക്കിലെ ആ ഒരു കുറിപ്പിൽ തൻ്റെ ഭാര്യ തന്നെ വഞ്ചിച്ചുവെന്നും ചതിച്ചുവെന്നടക്കമുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെയധികം മോശമായ കുറേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഈ ബെന്നി ജോസഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പരിശോധിച്ച സമയത്ത് ഇവൻ്റെ ഒരു കുടുംബചിത്രം കാണാൻ സാധിച്ചു. അതിവൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അതിനകത്ത് ഇവൻ കുടുംബവുമൊത്ത് നിൽക്കുന്ന ഒരു ചിത്രം
അതിനകത്ത് കൃത്യമായി കാണാം അത് UK ആണ്. ഇത്തരത്തിൽ റിയാദിലെ പോലീസ് ഇവനെ പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ മറുവശത്ത് ഒരു ഭാഗം ആളുകൾ പറയുന്നത് ഇവൻ UK ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ജോസഫ് ബെന്നി എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ട്, ഇന്നലെ രാത്രി മുതൽ ആ ഒരു അക്കൗണ്ടിൽ കുറേ പോസ്റ്റുകൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓരോ പോസ്റ്റുകളും ഇങ്ങനെ ആരംഭിക്കുന്നത്. ഫസ്റ്റ് പോസ്റ്റ് ഇങ്ങനെയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. രണ്ടാമത്തെ പോസ്റ്റ്, നിങ്ങൾ ഇങ്ങനെ തെറി വിളിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മൂന്നാമത്തെ പോസ്റ്റ്, എന്താ കോയ പ്രശ്നം. നാലാമതായിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്, എന്നെ പിടിച്ചു, കൂട്ടിലിട്ടു, നാടുകടത്തി. ജോലി പോയി എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണ് ഗൈസ്. ഞാൻ റിയാദൊക്കെ വിട്ടിട്ട് വർഷങ്ങളായി. ഞാനിപ്പോൾ ഉള്ളത് ഒരു യൂറോപ്യൻ രാജ്യത്താണ്. ഇത് നിങ്ങളുടെ അറബ് രാജ്യമല്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഇവൻ്റെ പേരിൽ ഒരുപാട് ബെന്നി ജോസഫ് എന്നും ജോസഫ് ബെന്നി എന്നും അങ്ങനെ പല പേരുകളിൽ ഇൻസ്റ്റഗ്രാമിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ ഒരുപാട് അക്കൗണ്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഒരു അക്കൗണ്ട്. അതിനകത്ത് പെർമസ്റ്റീലിസ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ കമ്പനിയിൽ അവിടുത്തെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ലിവ്സ് ഇൻ ദുബായ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇവൻ്റെ പേരിലുള്ള ജോസഫ് ബെന്നി RYH എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, പിന്നെ മറ്റൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജോസഫ് ബെന്നി NPA എന്നാണ്. നോക്കൂ, നിങ്ങൾക്കിതെല്ലാം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഞാൻ എൻ്റെ ഒരു നിഗമനം പറയട്ടെ. ആ 4 മക്കൾ, പൊന്നോമന മക്കൾ മരണപ്പെട്ടു പോയ വാർത്തയ്ക്ക് താഴെയാണ് ഈ ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തി കമൻ്റ് ഇട്ടത്. ആ കമൻ്റ് ഇട്ടവൻ ജോസഫ് ബെന്നിയാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഇവൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഉണ്ടാക്കിയ ഒരു ഫേക്ക് ഐഡിയിൽ വന്ന കമൻ്റല്ല. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങൾ നോക്കൂ, 100-ലധികം ആളുകൾ, യൂട്യൂബേഴ്സ് ആകട്ടെ വ്ളോഗേഴ്സ് ആകട്ടെ, ഒരുപാട് ആളുകൾ ഇവൻ്റെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. മാത്രമല്ല ഇവനെയും ഇവൻ്റെ കുടുംബത്തെ വരെ തെറി വിളിക്കുന്ന പ്രവണതയുണ്ടായി. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അടക്കം സകല സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോകൾ പ്രചരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ, ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, മലയാളികളായ ആളുകൾ മറ്റുമൊക്കെ ഈ വീഡിയോ കാണുകയും ചെയ്തു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇവൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടാക്കിയ ഒരു ഫേക്ക് ഐഡിയിൽ വന്ന ഒരു കമൻ്റ് ആയിരുന്നുവെങ്കിൽ, ഇവൻ നിരപരാധിയാണെങ്കിൽ, തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ വന്നുകൊണ്ട് ഈ കമൻ്റ് ഇട്ടത് ഞാനല്ല, എൻ്റെ പേരിൽ മറ്റാരോ ഉണ്ടാക്കിയ ഫേക്ക് ഐഡിയിൽ വന്ന കമൻ്റാണ് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആ കമൻ്റ് ഇട്ടവൻ ബെന്നി ജോസഫ് ആയതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം ബെന്നി ജോസഫിൻ്റെ പേര് തന്നെ പല ആളുകളും പല രീതിയിലുള്ള പല ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പല ഫേക്ക് അക്കൗണ്ടിലൂടെ ഈ ഒരു വിഷയത്തെ വിവാദമാക്കി മാറ്റാൻ, വലിയ രീതിയിൽ പ്രശ്നമാക്കി മാറ്റാനുള്ള അവസരം വർഗീയവാദികൾ മുതലാക്കുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ടതുണ്ട്. അതിനുദാഹരണമാണ് ഇന്നലെ രാത്രി മുതൽ ബെന്നി ജോസഫ് എന്ന ആ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ വരുന്ന ഓരോ പോസ്റ്റുകൾ. നോക്കൂ, ഈ ഒരു വിഷയത്തെ തീരുമാനമാക്കേണ്ടത് നിങ്ങൾ ഓരോ പ്രവാസികളാണ്. നിങ്ങളെ കൊണ്ട് മാത്രമേ ഈ വിഷയം ഇവിടെ സോൾവ് ചെയ്യാൻ സാധിക്കൂ. റിയാദിലെ പോലീസ് ഇവനെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങളോട് എത്രയും വേഗം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിടാൻ ശ്രമിക്കുക. ഇനി അതല്ല, ഇവൻ UK ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന മനുഷ്യത്വമുള്ള, മനസാക്ഷിയുള്ള എൻ്റെ പ്രിയപ്പെട്ട മലയാളികളായ അവിടെയുള്ള പ്രവാസികളോട് പറയാനുള്ളത്, ഇവനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ട് എങ്കിൽ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായി കൊണ്ട് എന്തെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാൽ ദയവ് ചെയ്ത് അതിന് നിങ്ങൾ ശ്രമിക്കുക. ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ അവൻ്റെ ചെകിട്ടത്ത് ഒരു 4-5 എണ്ണം കൊടുക്കുകയെങ്കിലും ചെയ്യണം.